ഹൃദ്രോഗം വരാനുള്ള സാധ്യത വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പലപ്പോഴും ഹാർട്ടിന് വേണ്ടിയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗ സാധ്യത മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം കണ്ണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ കണ്ണിലെ രക്തക്കോയലുകൾ ഹൃദയത്തിലെ രക്തക്കോയലുകളുടെ കണ്ണാടിയാണ്. ഹൃദയത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് കണ്ണിലെ രക്തക്കോയലിലൂടെ നേരിട്ട് ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ രക്തക്കോയലുകളുടെ പേരാണ് റെറ്റിനൽ ബ്ലഡ് വെസൽസ്. ഇത് വളരെ ചെറിയ ലോലമായ രക്തക്കോയലുകളാണ്. കണ്ണിലെ ക്യാമറയുടെ രക്തം കൊടുക്കുന്നത് ഈ രക്തക്കോയലുകളാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നടക്കാൻ പോകുന്ന കഥയുടെ ഒരു ട്രെയിലർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റെറ്റിനയുടെ രക്തക്കോയലുകൾ പരിശോധിച്ചാൽ മാത്രം മതി. ഈ അസുഖം ഒരുപാട് കാലം കൊണ്ടു നടക്കുകയാണെങ്കിൽ കണ്ണിലുള്ള രക്തക്കോയലുകൾ ചുളിഞ്ഞ് ഇങ്ങനെ പോകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചെടി നനക്കാൻ ഉപയോഗിക്കുന്ന ഹോസിനകത്ത് വെള്ളം നമ്മൾ ശക്തിയായിട്ട് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഹോസിന് ഒരുപാട് കേടുകൾ വരും. ആ ഹോസ് ചിലപ്പോൾ അതിന്റെ ഷേപ്പ് ഒക്കെ മാറി വരും. ഇതുപോലെ BP കൂടുതലുള്ള വ്യക്തികൾക്ക് രക്തക്കോയലിലെ പ്രഷർ കൂടുന്നത് കാരണം കണ്ണ് നോക്കിയാൽ തന്നെ ഒരു ഡോക്ടർക്ക് ഈ വ്യക്തിക്ക് രക്തക്കോയലുകളിൽ ഹൃദയത്തിലും കേടുവരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും. BP ഒരു സൈലന്റ് കില്ലറാണ്. കണ്ണിന് അത് കേടുവരുത്തും, അതുപോലെ ഹൃദയത്തെയും കേടുവരുത്തും. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കണ്ണ് നോക്കിയാൽ നമുക്കൊരു വ്യക്തിക്ക് പക്ഷാഘാതം വരാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. കണ്ണിനകത്ത് മൈക്രോ ബ്ലീഡുകൾ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ചെറിയ ബ്ലീഡിങ് നടന്നിട്ടുണ്ടെങ്കിൽ, തലച്ചോറിനകത്ത് പക്ഷാഘാതം വരുന്നതിന്റെ മുൻപായിട്ട്, ബ്രെയിൻ ഹെമറേജിന് മുമ്പായിട്ടുള്ള ഒരു വാർണിംഗ് സൈനാണ്. നമ്മുടെ വീട്ടിലൊരു പൈപ്പിന് കേടുണ്ടെന്ന് വിചാരിക്കാം. ആ പൈപ്പ് മുഴുവനായിട്ട് പൊട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ പൈപ്പിനകത്തുനിന്ന് ചെറിയ ലീക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഈ ലീക്കാണ് മൈക്രോ ബ്ലീഡുകൾ. ഇത് മുൻപേ കണ്ടെത്തുകയാണെങ്കിൽ സ്ട്രോക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചേക്കാം. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊരു അസുഖത്തെക്കുറിച്ചാണ്. പ്രായം ചെല്ലുന്നതിനനുസരിച്ച് കണ്ണിനകത്ത മാക്കുല എന്ന് പറയുന്ന ഒരു ഭാഗം ദ്രവിച്ചു പോകാറുണ്ട്. ഈ പറഞ്ഞ പ്രായം കൊണ്ടുവരുന്ന മാക്കുലർ ഡീജനറേഷൻ ഉള്ള വ്യക്തികളിൽ 90% ആളുകൾക്കും ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ വീട്ടിനകത്ത് ജനലിലൂടെ പുക വരുന്ന കാണുകയാണെങ്കിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് മനസ്സിലാവും വീടിനകത്ത് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതുപോലെ കണ്ണിനകത്തുനിന്ന് ഒരു പുക കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൃദയത്തിനകത്ത് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. പ്രമേഹ രോഗികളുടെ കണ്ണിനകത്ത് റെറ്റിനോപ്പതി വരുന്നത് ഇതുപോലെയാണ്. റെറ്റിനോപ്പതി ഉള്ള വ്യക്തികൾക്ക് കിഡ്നിക്കകത്തും ഹൃദയത്തിനകത്തും കേടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ണ് അപായ സൂചനകൾ തരുന്ന ഒരു വാർണിംഗ് സിസ്റ്റാണ്. ഹൃദയത്തിന് കേടുവരുന്നതിന് 5-10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ണുകളിലെ രക്തക്കോയലുകൾ ഈ വാർണിംഗ് നമുക്ക് തരുന്നുള്ളതാണ്. പക്ഷെ ആരാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്? കാഴ്ച ടെസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കണ്ണിനകത്തെ രക്തക്കോയലുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിലെ റെറ്റിന ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.